കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു ഫീമെയിൽ ഡോക്ടറെ കഴിഞ്ഞ ദിവസം വളരെ മൃഗീയമായി റേപ്പ് ചെയ്ത് കൊലപ്പെട്ട നിലയിൽ അവിടുത്തെ സെമിനാർ ഹാളിൽ കാണപ്പെടുകയുണ്ടായി. അത് അവിടെ തന്നെയുള്ള സിവിക് വോളണ്ടിയർ ആയിട്ടുള്ള സഞ്ജയ് റോയ് എന്ന് പറയുന്ന 33-കാരനാണ് ആ കൃത്യം നിർവഹിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മളറിയുന്ന ആ ന്യൂസ് അത് ശരിക്കും അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ മറ്റു പല ദുരൂഹതകളും ഉണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണം സംഭവിച്ചതിന് ശേഷം കോളേജ് അധികൃതർ വീട്ടുകാരെ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. കാണുന്ന ഏതൊരാൾക്കും ആ ബോഡി കണ്ടാൽ മനസ്സിലാകും വളരെ മൃഗീയമായ പീഡനങ്ങളേറ്റ് റേപ്പ് ചെയ്യപ്പെട്ടാണ് ഈ കുട്ടി മരിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായ ആൾക്ക് മനസ്സിലാകുമെങ്കിൽ ഡോക്ടറായിട്ടുള്ള അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത് ഇത് ആത്മഹത്യയാണെന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം വീട്ടുകാരോട് പറഞ്ഞത്? പിന്നെ വീട്ടുകാർ ഈ കുട്ടിയെ ഈ വിവരം അറിഞ്ഞ് അവർ ഹോസ്പിറ്റലിലെത്തുമ്പോൾ 3 മണിക്കൂറോളം ആ കുട്ടിയെ കാണാൻ, ആ ബോഡി കാണാൻ അവർ സമ്മതിച്ചില്ല. ആ 3 മണിക്കൂറോളം വീട്ടുകാരെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. നിങ്ങളുടെ മകള് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു, അത്ര നല്ല രീതിയല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ആത്മഹത്യയാണ്, ഇതിങ്ങനെ വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ബോഡി പരിശോധനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പോൾ വീട്ടുകാരുടെ സംശയം എന്ന് പറഞ്ഞാൽ, അതായത് PGക്ക് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ 10-12 മണിക്കൂർ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരുന്ന മകൾ എന്തിനു പെട്ടെന്ന് പോയി സൂയിസൈഡ് ചെയ്യണം? അതിൻ്റെ ഉത്തരം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ അതിന് ശേഷം, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം അവിടുന്ന് രാജിവെച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എനിക്ക് മകളെ പോലെയായിരുന്നു അതുകൊണ്ടാണെന്നാണ്. പിന്നീട് വരുന്ന പല കാര്യങ്ങളും ഒരു സംശയം ഉണർത്തുന്നതാണ്. ഈ സഞ്ജയ് റോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നു, എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് പറയാനുള്ള ധൈര്യം എന്തായിരിക്കും? അത് പറയാനുള്ള ധൈര്യം, അതായത് ഇവിടുത്തെ നിയമങ്ങൾ എന്നെ തൂക്കിക്കൊല്ലാനും വേണ്ടിയുള്ള ഒരു കുറ്റം അല്ല ഞാൻ ചെയ്തിട്ടുള്ളതെന്നാണോ? അതോ എനിക്ക് ഇങ്ങനെ ഇവരാരും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണോ? അറിയില്ല. എന്ത് ധൈര്യത്തിലാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മിക്കവാറും 1-ൽ കൂടുതൽ ആൾക്കാർ റേപ്പ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാരണം ബോഡിയിൽ കണ്ട സ്പേമിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് ഒരു ഗ്യാങ് റേപ്പിനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. പിന്നെ ഈ സെമിനാർ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു ചുമര് പെട്ടെന്ന് ഈ പോലീസെല്ലാം വന്നു പോയതിന് ശേഷം പെട്ടെന്ന് ആ ചുമരെല്ലാം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ അധികൃതർ പറയുന്നത് ഇവിടെ റൂമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അപ്പോൾ അതൊരു റൂമാക്കാൻ വേണ്ടിയിട്ടാണ് പൊളിച്ചതെന്നാണ്. പക്ഷേ ആ ചുമരിൽ ഈ ചേർത്ത് നിർത്തി ഈ കുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ ആ കുട്ടിയുടെ മുഖത്തുണ്ട്. അപ്പോൾ ആ തെളിവ് നശിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ്, അപ്പം പുറമേ നിന്നുള്ള ആൾക്കാരാണെന്നും പറഞ്ഞ് കുറേ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ഇടിച്ചു കയറി കുറേ ഭാഗങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ പല ദുരൂഹതയുമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ CBI കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ അവർ കണ്ടുപിടിക്കുമായിരിക്കും. കുട്ടിയുടെ പാരൻസിന് കുട്ടിക്കും ജസ്റ്റിസ് കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുക ഇത് ഈ റേപ്പ് എന്ന് പറയുന്നതേ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നിർഭയ കേസിൽ എന്തെല്ലാം സംഭവിച്ചു, അതിലും മൃഗീയമായിട്ടുള്ള പീഡനങ്ങളാണ് ഈ കുട്ടി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ CBI വന്നിട്ടുണ്ട്, കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ കുറ്റവാളികളെയും, ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട്, നമുക്കറിയാത്ത എന്തൊക്കെയോ മറ്റ് കാരണങ്ങളുണ്ട്. ഇതെല്ലാം പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കാം. കേസ് നല്ല രീതിയിൽ പോകും. ഈ കുറ്റവാളികളെ പിടിക്കട്ടെ, എത്രയും പെട്ടെന്ന് പ്രതികളെ കോടതിയുടെ മുമ്പിൽ എത്തിക്കട്ടെ.